വിഷു എന്താ പറയാ, ഇപ്രാവശ്യം എനിക്ക് വിഷു ഇല്ല. എൻ്റെ അമ്മ ഇത് പോയതുകൊണ്ട് വിഷു അടുത്തടുത്ത് വരുമ്പം ഒരുപാട് വിഷമങ്ങളും വരുന്ന അമ്മേനെയും അച്ഛനെല്ലാം ഓർമ്മ വരുന്നത്. കുട്ടിക്കാലത്തെ വിഷു അല്ലേ നമുക്ക് വിഷു. എനിക്കൊന്നും ഒരു 10ാം ക്ലാസ് പഠിക്കുന്നവരെല്ലാം നമ്മൾ ശരിക്കും വിഷു എൻജോയ് ചെയ്ത് അതിന് ശേഷം പിന്നെ അടുക്കളയിൽ പോകണല്ലോ. അതെ അതെ. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർച്ച് എക്സാം സ്കൂള് പൂട്ടുന്നത് മെയിലൊക്കെ പോകുന്നുണ്ട്. മാർച്ച് തന്നെ. അതെ അതെ അതെ. വിഷു എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാല് അന്നത്തെ നമുക്ക് എൻ്റെ അച്ഛനങ്ങളൊരു കർഷക കുടുംബത്തിലുള്ളവരാണ്. കുറെ അണ്ടിപ്പാട്ടം അണ്ടി തോട്ടം ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ. അപ്പൊ അന്നത്തെ ദിവസം അണ്ടി വറുക്കണ്ട, അണ്ടി വറുക്കാൻ പോണ്ട. ചെറുപുഴ ചിറ്റാരിക്കൽ മണ്ഡപമല്ലേ, അണ്ടി വറുക്കാൻ പോണ്ട. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇല്ല അത് കുറച്ചൊന്നും അല്ല നമുക്ക് ഉണ്ടാവില്ല, ഒരേ വറുക്കാൻ വേണം. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. പടക്കങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മളെ നേരറിയാം. എൻ്റെ അനിയന്മാര് അനിയത്തി നമ്മൾ 4 കൂടി ടീമാണ്. അപ്പോ പിന്നെ അപ്പൊ നിറയെ കവുങ്ങ് കുരുമുളക് ഇതെല്ലാം ഉണ്ടല്ലോ. ഒരു മാർച്ച് മാസത്തിലാകുമ്പോ നമ്മളെ കവുങ്ങിന്റെ അടക്ക വരക്കലും മെയിൻ അങ്ങ് കഴിയും. പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്ന വീഴൂലേ, അത് നിങ്ങൾക്കാണ്. അത് അച്ഛൻ പറയാതെ നിങ്ങൾ വെറുക്കിക്കോ, വണ്ടി വെറുക്കേണ്ട പൈസയാവും. അപ്പൊ പടക്കം പണിക്കാൻ വേണ്ടിട്ട് പൈസ സ്വരുക്കൂട്ടുന്ന അങ്ങനെയാണ്. അപ്പൊ അത് വെറുക്കും. പിന്നെ കുരുമുളകിന്റെ കുരുമണി പെറുക്കിയിട്ട് അതെല്ലാം വെക്കും. അപ്പൊ അതെല്ലാം ഓരോ ദിവസം കിട്ടുന്നത് അനിയൻ കൊണ്ട് വിറ്റിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കും. ആ ദിവസം വൈകുന്നേരം മുതൽ എണ്ണി വെക്കും. എത്ര പൈസയായി അറിയില്ല. അപ്പൊ ഒരു പ്രാവശ്യം വന്നപ്പോ 90 രൂപയായി. 90 പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇത് പറയുന്നത് 1978, 77 ആ സമയത്താണ്. അപ്പൊ അമ്മ ഇത്രക്കെല്ലാം പൈസ വാങ്ങിക്കണം നമുക്ക് പടക്കം. പക്ഷെ അപ്പൊ കോമ്പറ്റീഷൻ ഉണ്ട്. അടുത്ത വീട്ടില് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. നമ്മളവിടെ മോസ്റ്റ്ലി എല്ലാം ക്രിസ്ത്യൻ ഏരിയ, ഒരു 3-4 ഹിന്ദു വീടുകളായിരുന്നു. അപ്പൊ അടുത്ത വീട്ടിലവര് ആയിട്ട് കോമ്പറ്റീഷൻ ആണ് ഇവർക്ക്. അവരെ സെയിം ഏജിൽ ആൺകുട്ടികളുണ്ടല്ലോ. അവരെ അച്ഛന് എൻ്റെ അച്ഛൻ അങ്ങനെ അധികം പടക്കം വായിക്കുന്നത് ഇഷ്ടമില്ല. അപ്പൊ നമ്മള് മക്കളെന്തെയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ അപ്പുറത്തെ വീട്ടിലെ അവരെ അച്ഛൻ സപ്പോർട്ടാണ്, അവര് പൈസ കൊടുക്കുകയും ചെയ്യും. അപ്പൊ അവര് 150 വാങ്ങിക്കണ്ടോ ചെയ്യുന്ന പാട്ട് നമുക്ക് എത്ര പേരെ വായിക്കാം. അപ്പൊ അത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഓരോന്നോരോന്ന് അങ്ങോട്ട് എടുക്കല്, നെൽച്ചക്കറലും കറക്കാൻ വേണ്ടിട്ട് കമ്പിത്തിരി. അത് കഴിഞ്ഞ് ഇപ്പൊ പടക്കല്ലേ. സുഹൃതം ഗ്രൂപ്പിലെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിഷു ആശംസകൾ. അപ്പൊ സരി നമ്മളെ കണിയൊരുക്കങ്ങള്. അതെ അതെ. കണിയൊരുക്കാനെല്ലാം പണ്ട് പിന്നെ വീട്ടില് അമ്മ അതെല്ലാം അതിന്റെ ചെയ്യുന്ന അച്ഛനും അമ്മയും കൂടി വീട്ടിൽ തന്നെ. നമുക്ക് പ്ലാവ് നിറയെ പ്ലാവുണ്ട്. അപ്പൊ ആ പ്ലാവിന്റെ ചക്കയൊന്നും എന്താ പറയണ്ട് മോളൊന്ന് കൊത്തി ഇടുകയും ചെയ്യില്ല, അതിങ്ങനെ ഇറക്കിയിടലാം, കയറ് കെട്ടി ഇറക്കും. അപ്പൊ എല്ലാ വീട്ടിലേക്കുള്ള ചക്ക എൻ്റെ വീട്ടിൽ തന്നെയാ കൊണ്ടുപോല്. അപ്പൊ അത് വന്നു. പിന്നെ എല്ലാ സാധനങ്ങളും അടക്ക എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതിപ്പോ ഒരു തലേന്നേ തുടങ്ങും അതിനെല്ലാം ഒതുക്കി വെക്കലും. നമ്മള് ഇപ്പൊ ഇങ്ങനെ ഉരുളിയിൽ വെക്കുന്ന സ്വഭാവം തന്നില്ല. നമ്മള് നിലത്തന്നല്ലേ വെക്കല്. അപ്പൊ അത് മുഴുവൻ കോലം വരക്കും. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ഒരു കമ്പ് അത് കെട്ടി ഞാറ്റലാം. അങ്ങനെയാണ് കെട്ടി ഞാറ്റില്ല. കാരണം കുറെ ഉണ്ടാവുമല്ലോ, അടക്കാക്കൊല മാങ്ങാക്കൊല അങ്ങനെ വെക്കും, അങ്ങനെ ചെയ്യും. അപ്പൊ അത് എന്താ പറയാ, വലിയ പടിഞ്ഞാറ്റല്ലേ, നിറയെ ഉണ്ടാവും കാണകള്. പിന്നെ അത് കണി കഴിഞ്ഞ് പിന്നെ അപ്പം ചൂടലും അതെല്ലാം പറഞ്ഞാല് അത് വേറൊരു തമാശയാണ്. നമ്മള് വീട്ടില് മാത്രമേ ഒന്ന് കാര്യമില്ലൂ. അപ്പൊ അമ്മ എന്നാ പറയല് വെച്ചാല്, അടുത്ത വീട്ടില് 3-4 വീട്ടിൽ കൊണ്ടുപോകണം, നിങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ചുട്ട് കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടു തന്നാൽ ഞാൻ രാത്രിക്കേ ചുടുന്നുള്ളൂ ഇത്. അപ്പം അമ്മക്ക് അന്നേരം ആവുള്ളൂ. കാരണം ഇത് നമ്മളെ ചുട്ടിട്ട് അവർക്ക് കൊടുക്കാച്ച നമുക്കാവൂല. അപ്പൊ രാത്രിയിൽ ഇടുന്നത് അച്ഛനാണ് കൂട്ടിനിരിക്കല്. മണം വരുമ്പോൾ നല്ല എണീറ്റ് വരും ചെയ്യും. 12 മണിയാവും. ഒന്നെല്ലാം ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. ഗണപതിക്ക് വെച്ചിട്ടുണ്ടല്ലോ, ഗണപതിക്ക് വെച്ചത് ആദ്യം ഒരു ഗണപതി കഴിക്കും നമ്മള്. അപ്പൊ രാവിലെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു ഉപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പവും കിട്ടുന്നതുണ്ടല്ലോ, അത് ഭയങ്കര ഐശ്വര്യമാണ്. പിന്നെ ഈ അപ്പബോധി എല്ലാവർക്കും അടുത്ത വീട്ടിലെല്ലാം കൊണ്ടു കൊടുക്കാൻ പോകണം. അപ്പൊ ഒരു വീടുണ്ട് അവിടെ, അവിടുന്ന് കൈനീട്ടം കിട്ടും. എല്ലാവർക്കും ഒന്നും കിട്ടൂല. ഒരു വീടുണ്ട്, ഒരു വാഴക്കോടൻ കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞവര്, അവരെ വീട്ടില്
ഈ കടലൊരു ടീമാണ്. അവരെ വീട്ടിൽ ഭയങ്കര രസമാണ്. കാരണം അവരെ ഭാര്യയും മക്കളെല്ലാം നാട്ടിലായിരിക്കും. എല്ലാം നിറയെ പണിക്കാറും ഇയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ഈ പണിക്കാർക്കെല്ലാം ഉള്ള സദ്യയും അപ്പം അവിടെയാണ്. അപ്പൊ അവിടെ കണി കൊണ്ട് കൊടുക്കുക, ഈ അപ്പം കൊണ്ട് കൊടുക്കാൻ പോയാൽ 5 ഉറുപ്പ്യ കിട്ടും. 5 ഉറുപ്പ്യ കിട്ടാൻ എൻ്റെ അമ്മ 50,000 വാല്യൂ അതൊന്ന് അറിയില്ല. അത് അവിടെ കൊണ്ടു കൊടുക്കാൻ പോവാൻ മത്സരമാണ്. ഞാൻ പോയിക്കോളാം അതുള്ളത്. വിഷുക്കോടിയെല്ലാം കൊടുക്കും. പക്ഷെ നമുക്കൊന്നും അങ്ങനെ ഒരു വിഷുക്കോടിന്റെ ഒന്നും ഇല്ല കേട്ടോ. വിഷുക്കോടി ഒന്നും ഇപ്പൊ എനിക്കൊന്നും ഇല്ലില്ല. അതന്നെ നമുക്കൊന്നും വിഷുക്കോടി ഒന്നും ഇല്ല. കേരളീയരുടെ ദേശീയോത്സവമായ ഓണത്തെ പോലെ തന്നെ വിപുലമായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു. ഇത് കാർഷിക സമൃദ്ധിയുടെ ആഘോഷമായിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത്. അതിനെക്കുറിച്ച് എൻ്റെ വിഷു ഓർമ്മകൾ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ കവിത ഞാൻ മുമ്പേ എഴുതി വെച്ചിരുന്നു. അതിപ്പോൾ സുകൃതം 79 വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. പണ്ട് നമ്മെപ്പോലെ തന്നെ കന്നുകാലികൾ കൂടി വളരെ പ്രാധാന്യത്തോടെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരാഘോഷമാണ് വിഷു. നമ്മൾ കണി കണ്ടു കഴിഞ്ഞാൽ കന്നുകാലികൾക്ക് കണി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വിളക്കും കുറെ ചക്കയൊക്കെ ആയിട്ട് രാവിലെ തന്നെ കൊണ്ടു കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അതിനെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ കവിതയാണിത്. ഇത് ഞാൻ എൻ്റെ സുകൃതം 79 വേണ്ടി സമർപ്പിക്കുകയാണ്. കവിത കണി. വിശ്വപ്രകൃതിയെ പുഷ്പിണിയാക്കിക്കൊണ്ടേർക്കും പൂരവും വന്നേ പോയി. മോടിയേറിയിടുന്ന മേടമടുത്തു, മേടവിഷുവും വന്നണഞ്ഞു. സൽഫലത്താലേ കണിയൊരുക്കി സസ്യലതാദികൾ കാത്തുനിന്നു. കാഞ്ചനമാല്യക്കണി തൂക്കി നിന്നു കർണികാരങ്ങൾ പാദവക്കിൽ. ഹർഷബാഷ്പം പൊഴിക്കുന്നു മാനം, കർഷകർക്കുന്മാദം മണ്ണിൻ മണം. ഉണ്ണാതങ്ങനെ ഊട്ടുന്നൊരമ്മയെ മാനവനെന്നോ മറന്നേ പോയി. മണ്ണേ നമ്പാൻ മറന്നുപോയ പുത്തൻ തലമുറയ്ക്കന്യമായി. കമ്പോളപ്പേശലിൽ നേർത്തലിഞ്ഞ വിത്തും കൈക്കോട്ടുമെന്ന പാട്ട്. വിഷുപക്ഷി പാടുമുണർത്തുപാട്ട്. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിഷു ദിനാശംസകൾ. അപ്പൊ ഈ കതിനവടി വെട്ടിയിരുന്ന വീടെന്ന് പറഞ്ഞില്ലേ, ആ വീട്ടില് പണിക്കാറാണ് കേട്ടോ. അവരെ ഭാര്യ മക്കളൊന്നും നാട്ടിലാണ്. ഈ പണിക്കാരും ഈ മുതലാളിയും തമ്മിലുള്ള ഒരു ഇതാണ്. അവിടെ എപ്പോഴും 10-50 പണിക്കാരുണ്ടാവും. അപ്പൊ എല്ലാരും കൂടി പകല് കാരപ്പത്തിന് കൂട്ടുണ്ടാക്കി നല്ല മത്തുവാന്നെല്ലാവർക്കും. അപ്പൊ നിറയെ അപ്പക്കാരം കോരിയിട്ടു. വൈകുന്നേരം ആകുമ്പോ അപ്പം ചുടാൻ വേണ്ടി കാര വെച്ചിട്ട് നോക്കുമ്പോ എല്ലാം ഒലിന്ന് വരിക. അപ്പോൾ വീട്ടിലേക്ക് തോലനമ്പൂ എന്നുള്ള പേര്. തോലനമ്പൂ ഓടി വന്നിട്ട് വീട്ടിലോട് അമ്മയോട് പറയുന്നു, അയ്യോ അത് ചേണ്ടി എന്നാ വേണ്ട, അപ്പൊ ഒന്നും ചുണ്ടാ കിട്ടുന്നില്ല, ഇങ്ങനെ ആയി. അമ്മ ഇരുന്ന് വേണ്ട, ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് വേറെ കൂട്ടാക്കിട്ട് രാവിലെ ചുട്ടോ, ഇരുന്ന് വേണം കണി കാണല്ലേ, ചപ്പം കൊണ്ടുപോയിക്കോ അങ്ങനെ പറഞ്ഞയച്ചു. ഇപ്പം പിന്നെ വിഷുവിന്റെ സദ്യ എന്നെല്ലാം പറഞ്ഞാൽ എന്നും സദ്യ അല്ലേ, എപ്പോ വേണമെങ്കിലും വിഷു സദ്യ ഏതോ ഓർഡർ ചെയ്തായിട്ടും. പക്ഷെ പണ്ടൊക്കെ
വിഷുവിന് ഓണത്തിന് അങ്ങനെ പ്രത്യേക ദിവസങ്ങളിൽ തന്നെ ഈ ഇത്രയും 4 കൂട്ടം കറിയും ഇതെല്ലാം ആക്കുള്ളൂ അല്ലേ. അത് അന്ന് പിന്നെ മാത്രല്ല കൂട്ടുകുടുംബം കൂട്ടുകുടുംബം അതാണ് എന്റെ പ്രത്യേകത. എല്ലാവരും കൂടെ എനക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും കൂട്ടുകുടുംബത്തിലെ സദ്യ എന്ന് പറയുമ്പോ അത് രാവിലെ കണി കണ്ട ഉടനെ പിന്നെ ചക്ക കൊത്തിയിട്ട് ചക്കയും വെള്ളരിക്കയും കൊത്തിയിട്ട് പശുവിന് കണി കാണിച്ചിട്ട് അതാണ് നമ്മളൊരു ചടങ്ങ്, അമ്മേന്റെ ചടങ്ങ്. പശുവിന് ആലയിൽ കൊണ്ട് വെള്ളരിക്കയും ചക്കയും പശുവിന് കൊടുത്തതിന് ശേഷം അത് കൊണ്ട് വെച്ചു. എല്ലാം കഴിച്ചപ്പോ അടുത്ത പണി തുടങ്ങി. അറിയില്ല, തേങ്ങ ചിരയിലും എല്ലാം നമുക്കത് അമ്മേന്റെ കൂടെ തന്നെ എല്ലാം നിന്ന് ചെയ്യും. അപ്പൊ അതെല്ലാം കൂടി കഴിഞ്ഞാൽ ഒരു ഉണ്ടാക്കുന്നതിന്റെ ഇതുണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു സുഖമാണ്. അപ്പൊ എല്ലാരും തേങ്ങാപ്പാല് കഴിയാനും തോർത്ത് അതെ അതെ പക്ഷെ അതൊന്നും ഇപ്പഴില്ലല്ലോ. അങ്ങനെ ഒരു ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് തേങ്ങാപ്പാലായില്ലേ. അപ്പൊ അതിന്റെ തേങ്ങാപ്പാല് പിയുന്നില്ല, തേങ്ങാപ്പാല് റെഡിമെയ്ഡായി. പിന്നെ പടക്കത്തിന്റെ ഒരു വലിയ തമാശയുണ്ട് എന്റെ വീട്ടിൽ കേട്ടോ. ഈ പടക്കെല്ലാം വന്നു നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ അച്ഛൻ നമ്മളെ വീട്ടിൽ സ്ഥിരമായി നിൽക്കുന്ന ഒരു പാണത്തൂർ നാട്ടുകാരൻ ഒരു അമ്പൂട്ടനുണ്ട്, വീട്ടിൽ പണിക്ക് നിൽക്കുന്ന. ചെവി വെടിപൊട്ടിച്ചാൽ കേൾക്കൂല. പക്ഷെ അച്ഛൻ ഈ കടി കണ്ട പാടും അച്ഛൻ അയാളോട് ചോദിക്കും, അമ്പൂ വഴക്കണം വീട്ടിലെ വെടിവെച്ചെന്ന ഒച്ച കേട്ടില്ലേ? ഇല്ല, കാരണം പറയാ പുക പോകുന്ന കേട്ടില്ലേ. എന്റെ പ്രിയപ്പെട്ട സഹപാഠികൾക്ക് വിഷു ആശംസകൾ.